ഹലോ ഗൈസ്, ഈ ഒരു ചെടി നിങ്ങൾ കണ്ടോ? നല്ല രസമില്ലേ കാണാൻ? ഒരു താമരപ്പൂവൊക്കെ പോലെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ചെടിച്ചട്ടിക്കകത്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ പേര് ശരിക്കും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതൊരു തരം ഓക്സിജൻ പ്ലാന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും പേരറിയത്തില്ല. അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ. ഇത് ചെടിച്ചട്ടിക്കകത്ത് വെച്ചപ്പോഴത്തേനും നല്ല രസമുണ്ട്. ഇതിൻ്റെ ഇലയുടെ മുകളിലായിട്ട് പച്ച നിറവും ഇലയുടെ അടിയിലായിട്ട് ഇതുപോലെ ചുവപ്പ് നിറം പോലെയും വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിലൊരു ചെറിയ പൂവ് ഉണ്ടാകും കേട്ടോ. ചെറിയൊരു വെള്ള പൂവും ഇതിലുണ്ടാകും. അതൊരു ചെറിയ പൂവാണ് കേട്ടോ, നമുക്ക് കാണാൻ മാത്രം ഒന്നുമില്ല. ചെറിയൊരു പൂവാണ് ഇതിലുണ്ടാകുന്നത്. അപ്പോൾ ഇലയുടെ ഒരു ഭംഗിയാണ് കേട്ടോ മെയിനായിട്ട് ഇതിന് വരുന്നത്. നല്ല രസമുണ്ട് എന്തായാലും കാണാൻ. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നിൽക്കുന്നതുകൊണ്ട് ആ ഒരു ഇലയ്ക്ക് ഫുള്ളായിട്ട് ഒരു ചുവപ്പ് നിറം പോലെ വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ ഇത് ചെടിച്ചട്ടി നിറഞ്ഞിങ്ങനെ വരും കേട്ടോ. തണ്ടിൽ നിന്ന് പൊട്ടിമുളച്ച് ഇനിയിപ്പം ചെടിച്ചട്ടി നിറഞ്ഞ് ഇതിങ്ങനെ വരും. അപ്പോൾ അതേ മണ്ണിൽ നിൽക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത്. അതിൻ്റെ തന്നെ മണ്ണിൽ നിൽക്കുന്ന ചെടിയാണ്. നേരത്തെ നമ്മൾ കണ്ടത് ചെടിച്ചട്ടിക്കകത്ത് വെച്ചതും ഇത് വെറുതെ മണ്ണിൽ നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ പടർന്ന് ഒത്തിരി ഉണ്ടാകും കേട്ടോ ഇത്. നേരത്തെ എനിക്കിത് ഇഷ്ടമില്ലായിരുന്നു, കാരണം ഞാൻ ഓർക്കുമായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് പാമ്പ് കയറിയിരുന്നാൽ പോലും അറിയുമല്ലോ എന്നിങ്ങനെ ഓർക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്കിത് ഇഷ്ടമാണ്, കാരണം നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ. നമുക്കിത് മാറ്റി നടാനും എളുപ്പമുണ്ട്. ഇതിൻ്റെ തണ്ടിൽ നിന്ന് ഒടിച്ച് മാറ്റി നട്ടാൽ മതി. വേര് വേണമെന്നൊന്നും നിർബന്ധമില്ല. ഇത് പിടിച്ച് കിട്ടും കേട്ടോ. വേരൊന്നും വേണ്ട, ഇതിൻ്റെ തണ്ടൊന്ന് ഒടിച്ച് മാറ്റി നട്ടാൽ മാത്രം മതി. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. നമ്മളുടെ വേനൽക്കാലത്ത് നട്ടാൽ പോലെ നമുക്കിത് പിടിച്ച് കിട്ടും കേട്ടോ. ഇത് പോകത്തില്ല. നമുക്ക് എങ്ങനെയാണ് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. വേറെ എന്തെങ്കിലും ചെടി നട്ടു കഴിഞ്ഞാൽ നമുക്ക് അത് പിടിച്ച് കിട്ടാനൊക്കെ പാടല്ലേ. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ച് കിട്ടും, നമുക്ക് പോകത്തില്ല. ഇത് വേര് വേണമെന്ന് നിർബന്ധമില്ല. ഇതിൻ്റെ തണ്ടിൽ നിന്ന് ഒടിച്ചൊടിച്ച് നമുക്ക് മാറ്റി നടാൻ പറ്റും. ഞാനങ്ങനെ ഇവിടെ മാറ്റി നട്ടിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഇതുപോലെ ഇടതൂർന്ന് ഇങ്ങനെ ഉണ്ടാകും കേട്ടോ. തണ്ടിൽ നിന്ന് പൊട്ടിമുളച്ച് ഒരു പ്രദേശം മൊത്തം ഇതിങ്ങനെ ഉണ്ടാകും. ഇത് ഞാനിത് മാറ്റി നട്ടാണ് കേട്ടോ. ഈ ഇടയ്ക്ക് ഞാൻ നട്ടു വെച്ചാണിത്. പടർന്ന് വരുന്നേ ഉള്ളത്. ഇതിപ്പം നട്ട് വെച്ചതേ ഉള്ളൂ കേട്ടോ, കുറച്ച് ദിവസമേ ആയുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ തണ്ടിൽ നിന്ന് പൊട്ടിമുളച്ച് ഈ പ്രദേശം മൊത്തം ഇതാകും കേട്ടോ. അപ്പം നല്ല രസമുണ്ട് ഇത് കാണാൻ. ആ ഇലയുടെ അടിയിലായിട്ട് ഒരു ചുവപ്പ് നിറം വരുന്ന കേട്ടോ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പം നല്ല രസമുണ്ട്. അപ്പം നിങ്ങളുടെ വീട്ടിലുണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നല്ലൊരു ചെടിയാണ് കേട്ടോ. ചെടിച്ചട്ടിക്കകത്ത് വയ്ക്കാനാണെങ്കിലും മണ്ണിൽ വയ്ക്കാനാണെങ്കിലും നല്ലൊരു ചെടിയാണ്. കണ്ടോ, ഇതുപോലെ നമുക്ക് ഇത് നട്ട് വയ്ക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഇത് പിടിച്ചും കിട്ടും കേട്ടോ. തണ്ടിൽ നിന്ന് ഒടിച്ച് മാറ്റി നട്ടാൽ മാത്രം മതി. വേര് പോലും വേണമെന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഇതൊക്കെ വീട്ടിൽ നട്ട് വയ്ക്കുക കേട്ടോ. നല്ലൊരു ചെടിയാണ്. ചെടിച്ചട്ടിക്കകത്ത് വെച്ചാൽ നല്ല ഭംഗിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.